ചേട്ടാ, 2024 മാർച്ച് 20 കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് ഹേമചന്ദ്രൻ എന്ന 54 വയസ്സുകാരനെ കാണാതാവുന്നു. പിന്നീട് അതൊരു തിരോധാന കേസായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. പിന്നീട് 15 മാസങ്ങൾക്കിപ്പുറം ഈ കഴിഞ്ഞ ദിവസം ജൂൺ 28 തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കാപ്പിക്കുടുക്ക മേഖലയിൽ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെടുക്കുന്നു. ഒരു തിരോധാന കേസ് പിന്നീടൊരു ആസൂത്രിതമായ കൊലപാതകമായി മാറിയ ഒരു വാർത്തയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുമാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ കൊലപാതക കേസിലെ പ്രതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിലവിൽ ഗുണ്ടൽപേട്ട് സ്വദേശിയായിട്ടുള്ള ഒരു സൗമ്യ ഈ കേസിലെ പ്രതിയാണ്. പിന്നെ ഒരു കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള യുവതി ഈ കേസിൽ പ്രതിയാണ്. ഇവരെ രണ്ടുപേരും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പോലീസിന് ഇവർ കൃത്യമായി പങ്കുണ്ടെന്ന് മനസ്സിലാക്കി. ആ രണ്ടുപേരെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ഇനിയേ നടത്തുകയുള്ളൂ. അപ്പോൾ ഗുണ്ടൽപേട്ട് സ്വദേശിനിയായ സൗമ്യ സ്ഥലത്ത് നിന്ന് മുങ്ങിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള യുവതി അവരിപ്പോൾ ദുബായിൽ ഹോം നേഴ്സായി ജോലി ചെയ്ത് വരികയാണ്. അവരും വിദേശത്താണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പിടിച്ചിരിക്കുന്നത് വൈശാഖ് എന്ന് പറയുന്നത് ഈ കേസിലെ ആദ്യം പിടികൂടിയ ജ്യോതിഷിൻ്റെ അടുത്ത സുഹൃത്താണ്. അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. ജ്യോതിഷുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ വൈശാഖിനും ഉണ്ട്. ഈ ജ്യോതിഷുമായിട്ടുള്ള സൗഹൃദം വെച്ചാണ് ഇയാൾ ഈ കൊലപാതകത്തിൽ വന്ന് പെട്ടിരിക്കുന്നത്. അവസാന നിമിഷം വരെയും വൈശാഖിൻ്റെ പേര് ഈ അജേഷോ ജ്യോതിഷോ പറഞ്ഞില്ല. പക്ഷേ പോലീസ് ഈ പട്ടിക നിരത്തിക്കൊണ്ട്, അതായത് കൃത്യമായി ഇത്രയും പേർ മാത്രമല്ല ഇതിൽ കൂടുതൽ ആളുണ്ട് എന്ന് നിരത്തിക്കൊണ്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ നടത്തിയതോടുകൂടി ഒരാൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതിലാണിപ്പോൾ വൈശാഖിനെ കോഴിക്കോട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അയാളെ പിടികൂടിയത് വയനാട് കേണിച്ചിറയിലെ വീട്ടിലെത്തിയാണ്. പോലീസ് ഒരു വിവരവും നൽകാതെ ഇന്ന് വയനാട് കേണിച്ചിറയിലെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ് എന്ന് പറഞ്ഞു. കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് പറഞ്ഞ ഇയാൾ വേറെ എതിർപ്പുകൾ ഒന്നുമില്ലാതെ പോലീസിന് ഒപ്പം പോരുകയായിരുന്നു എന്നാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കുന്നത്. അതായത് അയാൾക്ക് ഏത് സമയവും അയാളെ തേടി പോലീസ് എത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ അയാൾ പോലീസിനൊപ്പം കൂടി. ഇവർ രണ്ടുപേരും, അതായത് അജേഷും ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്ന വൈശാഖും ചേർന്ന് ചേരമ്പാടിയിൽ ഒരു റിസോർട്ടിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇൻറ്റീരിയർ ജോലികൾക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇൻറ്റീരിയർ ജോലിക്കായി പോയ സമയത്താണ് ഇവർ ഈ കാപ്പിക്കുടുക്ക മേഖലയിലെ വനമേഖല ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എപ്പോഴും ആന ഇറങ്ങുന്ന, എപ്പോഴും ആനയുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും ആനക്കൂട്ടം, ഏത് സമയവും ആനക്കൂട്ടം ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ കാപ്പിക്കുടുക്ക. ഈ കാപ്പിക്കുടുക്കയുമായി ബന്ധപ്പെട്ട് വേറൊരു സ്ഥലമുണ്ട്, ചേരമ്പാടിയുമായി ഉണ്ട്. ഈ ചേരമ്പാടി വനമേഖലയാണ് ജോർജ് എന്ന പേരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കൊലയാളി പോയി ഒളിച്ചു താമസിച്ചത്. ഒരുപാട് കാലം ഒളിച്ചു താമസിച്ചു. ഏറ്റവും അവസാനം അവിടുത്തെ ഒരു കാപ്പിത്തോട്ടത്തിലുള്ള ഒരു തൊഴിലാളിയാണ് വിളിച്ച് പോലീസിനോട് പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ, നിങ്ങൾ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്ന ആളുടെ പേര് നിങ്ങൾ പറയുന്നതൊന്നുമല്ല, അയാളുടെ പേര് ജോർജ് കുട്ടി എന്നാണ്. ജോർജ് കുട്ടിയാണ്, അയാൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലീസ് ഇവിടെ നിന്ന് വളരെ വിദഗ്ധമായി പോയി അയാളെ പിടികൂടി കൊണ്ടുവന്നതാണ്. നമ്മൾ ഒരിക്കലും അത് ചർച്ച ചെയ്ത് അമ്മയെ കൊന്ന കൊലയാളി, അമ്മയെ കൊന്നത് മാത്രമല്ല അമ്മയെ കൊല്ലിച്ച് കൊട്ടേഷൻ കൊടുത്ത ആളെയും കൊന്ന് പല കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് കളഞ്ഞു, പുഴയിലെറിഞ്ഞു. പല സമയത്തായി ഇത് വന്ന് കടൽ തീരത്തടിയുകയും അങ്ങനെയാണ് ഈ പ്രതിയെ പിന്നീട് പോലീസ് തേടിപ്പോവുകയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ പ്രമാദമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ പല കുറ്റവാളികളും പോകുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ചെന്ന് ഈ ചേരമ്പാടിയിൽ ചെന്ന് ഇവർ റിസോർട്ടിൽ ജോലി ചെയ്ത് വരികയാണ്. ഇവർക്ക് ഈ കാപ്പിക്കുടുക്ക മേഖല മനസ്സിലാവുന്നത്. ഒരു കാരണവശാലും മനുഷ്യർ അങ്ങനെ അവിടെ കയറി ചെല്ലാൻ സാധ്യതയില്ല. വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ഈ മൃതദേഹം റിക്കവർ ചെയ്യാൻ പോയപ്പോഴും ആന ഇറങ്ങി വന്നു പോലീസിന് നേരെ. അവസാനം തമിഴ്നാട് ഫോറസ്റ്റ് അവിടെ പടക്കം പൊട്ടിച്ചാണ്, ആനയെ വിരട്ടിയിട്ടാണ് മൃതദേഹം അവിടുന്ന് എടുത്തു പൊക്കിയത്. ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ ഉൾപ്പെട്ട 2 ഫോണുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മൈസൂരുവിലെ ഒരു വലിയ പാറയിടുക്കിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പാറയിടുക്കിനിടയിൽ ഒളിപ്പിച്ചു വെച്ചപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ ഫോൺ ഓണാക്കാൻ വേണ്ടി മാത്രം ഇവരെ ഇടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു. ഈ ഫോൺ ആസൂത്രിതമായിരുന്നു. അതായത് ഈ ഫോണിന് ഓരോ തവണയും കൊണ്ടുപോയി ബാറ്ററി ഇട്ട് ഈ സാധനം ഓണാക്കി വെക്കുക. അതായത് ഇയാൾ ജീവിച്ചിരിപ്പുണ്ട്, കർണാടക മേഖലയിൽ ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഫോൺ ഇവർ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് ഓണാക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ്. 2024 മാർച്ച് 20 ഒരാളെ കൊണ്ടുപോകുന്നു, അതിനുശേഷം കൊലപ്പെടുത്തുന്നു. 2 ദിവസം ബത്തേരിയിലെ വീട്ടിൽ
ബത്തേരിയിൽ നൗഷാദിനെ വിൽക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. നൗഷാദിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ആ വീട്. ആ വീട്ടിൽ കൊണ്ടിട്ട് ഇയാളെ ക്രൂരമായി ഉപദ്രവിച്ച ശേഷമാണ് കൊലപാതകം നടപ്പാക്കിയത്. ഇതിന് ശേഷമാണ് ജ്യോതിഷിനെ വിളിക്കുന്നത്. ജ്യോതിഷിനെ വിളിച്ച ശേഷം ജ്യോതിഷ് വഴിയാണ് അജേഷ് വരുന്നത്. അജേഷ് വഴിയാണ് ജ്യോതിഷ് വഴി തന്നെയാണ് വൈശാഖം ഈ കൊലപാതകത്തിൽ എത്തുന്നത്. ആ വിളിച്ച സംഭവമൊക്കെ നിങ്ങൾ അന്ന് ചർച്ച ചെയ്തല്ലോ. ഒരു സ്ത്രീയെ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പരിസരത്ത് പെൺസുഹൃത്ത് എന്നല്ല, ഒരു ഇതിന്റെ ഒരു ആസൂത്രണം, കൊലപാതകത്തിന്റെ ഒരു ശൈലി ഭയങ്കര പ്രത്യേകതയാണ്. നൗഷാദ് ഒരു പരസ്യം കൊടുക്കുന്നു. ഒരു വീട്ടുജോലിക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നു. ഈ പത്രത്തിലെ പരസ്യം കണ്ടിട്ട് ഗൂഡല്ലൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയും കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയും ഈ ഫോണിലേക്ക് വിളിക്കുന്നു, ഈ നൗഷാദിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. തുടർന്ന് ഇവരുമായി വളരെ അടുത്ത സൗഹൃദം സ്ഥാപിക്കുന്ന നൗഷാദ് താൻ ഒരു ജോലി ഏൽപ്പിക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരാളെ വിളിക്കണമെന്ന് പറയുന്നു. ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ കേസാണിത്. 5 ലക്ഷം രൂപ കൂടുതൽ ഇയാൾക്ക് കിട്ടാനുണ്ട്. നൗഷാദിനെ വിളിച്ചു കഴിഞ്ഞാൽ വയനാട് നിന്ന് മുങ്ങിയിരിക്കുകയായിരുന്നു ഹേമേന്ദ്രൻ. കടം കയറി വയനാട് നിന്ന് മുങ്ങി. 33 പേർക്കാണ് അവിടെ മാത്രം പൈസ ഹേമേന്ദ്രൻ കൊടുക്കാനുള്ളത്. അതിലൊരാളാണ് നൗഷാദ്. അപ്പോൾ നൗഷാദ് ഒരു കാരണവശാലും വിളിച്ചാലും ഹേമേന്ദ്രൻ ഫോൺ എടുക്കാതെ ആയതോടുകൂടിയാണ് അയാൾ ഇത്തരത്തിലൊരു പ്ലാനിങ് ഇട്ടത്. ആ പ്ലാനിങ് പ്രകാരം ഈ യുവതികൾ മാറി മാറി ഹേമേന്ദ്രനെ വിളിച്ചു. അത് പ്രകാരം ആ യുവതിയെ കാണുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന ഹേമേന്ദ്രൻ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് എത്തുന്നത്. അവിടെ പക്ഷേ എത്തിയ വണ്ടി നൗഷാദിൻ്റേതായിരുന്നു. നൗഷാദ് അയാളെ പിടിച്ചിട്ട് കൊണ്ടുപോയി അവിടെ ബത്തേരിയിൽ കൊണ്ടിട്ട് 2 ദിവസം കാര്യമായി ഉപദ്രവിച്ച് അയാളെ കൊലപ്പെടുത്തി. ഇയാളുടെ മൃതശരീരത്തിലുള്ള മുറിവുകളെല്ലാം തന്നെ ഈ മരണകാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നൗഷാദ് കഴിഞ്ഞ ദിവസം വന്ന് ഫേസ്ബുക്കിൽ വന്നിരുന്ന് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞത് ഹേമേന്ദ്രൻ കടം കയറി മുങ്ങി നിൽക്കുകയായിരുന്നു. മൈസൂരുവിലേക്ക് പോകാൻ വേണ്ടി ആണ് ഹേമേന്ദ്രൻ നിന്നത്. മൈസൂരിലേക്ക് പോകാൻ നിന്ന ഹേമേന്ദ്രൻ ഒരു ദിവസം കൂടി തൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് തന്നോട് ചോദിച്ചു. താൻ അത് പ്രകാരം ഭക്ഷണം വാങ്ങി കൊടുക്കുകയും മുറിയിൽ താമസിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഹേമേന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ്. ഇത് കണ്ട് ഭയന്ന താൻ ജ്യോതിഷിനെയും അജേഷിനെയും വിളിച്ചു വരുന്നു. അപ്പോഴും വൈശാഖിൻ്റെ പേര് നൗഷാദ് പറഞ്ഞില്ല. അപ്പോൾ അജേഷിനെയും വിളിച്ചു വരുത്തി. ഈ 2 പേരും വന്നതോടുകൂടി ഇനി ഇത് മറവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ചേരമ്പാടി വനമേഖലയിൽ കാപ്പിക്കുടുക്കയിൽ കൊണ്ടുപോയി തങ്ങളിത് കുഴിച്ചിട്ട് എന്നാണ് നൗഷാദ് പറയുന്നത്. അത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണം, കൊലപാതകമല്ല ആത്മഹത്യയാണെന്നാണ് ഇയാൾ ആവർത്തിച്ച് പറയുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും ഈ വരുന്ന ജൂലൈ 8-ാം തീയതി ഇയാളുടെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയും. അത് കഴിഞ്ഞാൽ അയാൾക്ക് അവിടുന്ന് കയറി വന്നേ പറ്റുള്ളൂ. വേറെ എങ്ങോട്ടും അയാൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് സൗദിയാണ്. ഇന്റർപോൾ കണക്ഷൻ നമുക്ക് ഇന്ത്യക്ക് ഉണ്ട്. ഇയാൾക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇയാൾക്കിനി വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. വിമാനത്താവളത്തിൽ എത്തുന്ന ഇയാളെ പിടിച്ച് പോലീസിന് കൈമാറും. എവിടെ ഇറങ്ങിയാലും, ഇന്ത്യയിൽ എവിടെ ഇറങ്ങിയാലും അയാളെ തൂക്കി പോലീസിന്, കേരള പോലീസിന് കൈമാറും. ഇയാളെ കൂടി കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രമേ, ഇയാളെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ബാക്കിയുള്ളവരുടെ 2 പേരുടെ അറസ്റ്റ്, അതായത് ഈ സ്ത്രീകളുടെ അറസ്റ്റ് ഇനി നടപ്പാക്കിയുള്ളൂ. മാത്രമല്ല ഇതിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്ന് നൗഷാദ് ഒറ്റയ്ക്ക് എന്തായാലും ഹേമേന്ദ്രനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. അതിന് നൗഷാദിൽ അജേഷിൽ നിന്ന് ലഭിച്ച മറുപടി ഈ സ്ത്രീകൾക്കൊപ്പമാണ് ഹേമേന്ദ്രൻ വയനാട്ടിലേക്ക് വന്നതെന്നാണ്. വയനാട് മേഖലയിലോട്ട് കാലുകുത്താൻ പോലും ഹേമേന്ദ്രന് പറ്റില്ല, അത്രയും ബാധ്യതകൾ അയാൾക്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് പറയുമ്പോൾ ഈ അജേഷും വൈശാഖും അതുപോലെ തന്നെ ജ്യോതിഷുമൊന്നും അല്ലാതെ വേറെയും ആളുകൾ ഈ കൊലപാതകത്തിൽ നൗഷാദിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ ആളുകളുടെ പേരുകൾ ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്വേഷിച്ചതിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൊലപാതകം. ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുക, അങ്ങനെ വിളിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് അയാളെ വിളിച്ച് പ്രണയത്തിലാക്കുക, എന്നിട്ട് അവരെ കാണാൻ വേണ്ടി അയാളെ വിളിച്ചു വരുത്തുക, ശേഷം തട്ടിക്കൊണ്ടുപോയി 2 ദിവസം ഉപദ്രവിക്കുക, കൊലപ്പെടുത്തുക. അത് കഴിഞ്ഞ് ഇവിടെയെങ്ങും ഇല്ലാതെ ബോർഡർ പോലും കടന്നു പോയിക്കൊണ്ട് ഒരു ആന ഇറങ്ങുന്ന മേഖലയിൽ രാത്രികാലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുക. ഈ രാത്രിയിലൊക്കെ ഇവർ എങ്ങനെ പോയി എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. പോലീസിന് പോലും പോകാൻ പറ്റില്ല. ചെക്ക് പോസ്റ്റ് കടന്ന് എങ്ങനെ പോയാലും രാത്രിയിൽ ചെക്ക് പോസ്റ്റ് കടന്നാൽ പോലീസ് പരിശോധിക്കാറുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിലൊക്കെ വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട്. കർണാടകയോടും അതിര് പങ്കിടുന്ന പ്രദേശമാണ്. അത് ഇത് 3 സംസ്ഥാനത്തിൻ്റെയും ചുറ്റളവിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയത്തില്ലേ, ഈ സ്റ്റേഷൻ പരിധിയുടെ ബോർഡറിൽ താമസിക്കുന്നവർ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നൊന്നും അങ്ങനെ പിടിക്കാറില്ല. ഇപ്പം പിടിക്കും. ഇപ്പം ഈ സൈബർ ഡിജിറ്റൽ തെളിവുകളൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് പിടിക്കാറുണ്ട്. നേരത്തെയൊക്കെ ഈ അതിർത്തിയിൽ കിടക്കുന്ന ഒരു സ്റ്റേഷൻ്റെ അതിർത്തി ആയിരിക്കും അടുത്ത സ്റ്റേഷൻ്റെ തുടക്കമായിരിക്കും. ചിലപ്പോൾ അതിർത്തി തർക്കം നിലനിൽക്കുന്ന മേഖലയാണെങ്കിൽ പെട്ടെന്ന് പോലീസ് ഒരു ആക്ഷനിലേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ഇവർ ഈ നീലഗിരി തിരഞ്ഞെടുക്കുന്നത്. ഈ കാപ്പിക്കുടുക്ക, ചേരമ്പാടി പോലെയുള്ള മേഖലകൾ ക്രിമിനൽസ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ഇതെല്ലാ സംസ്ഥാനത്തിൻ്റെയും ചുറ്റുപാടുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ഓരോ സംസ്ഥാനത്ത്
അതിർത്തി പങ്കിടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അതുകൊണ്ടാണ് ജോർജ് കുട്ടി എന്നും പറഞ്ഞ് അയാൾ പോയിട്ട് 1.5 കൊല്ലം അവിടെ താമസിച്ചു. എന്നിട്ടാണ് പോലീസിന് അവസാനം അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ആ സമയത്തും ഒരാൾ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അയാളെ പിടിക്കില്ലായിരുന്നു. അയാൾ അവിടെ നിന്നുകൊണ്ട് തുണിക്കച്ചവടമൊക്കെ ആരംഭിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാലം ആ ബോഡി അവിടെ ആനക്കാട്ടിൽ കുഴിച്ചിട്ടിരുന്നു. രാത്രി കാലത്താണ് കൊണ്ടുപോയി കുഴിച്ചിട്ടേ എന്ന് പറയുന്നുണ്ട്. രാത്രി കാലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് രാത്രി കാലത്ത് എന്തായാലും ആന ഉണ്ടാവും അവിടെ. ഈ ആനയെ പോലും ഭയമില്ലാത്തവരാണ് ഈ കൊലയാളികൾ. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം. കുഴി താഴ്ചയിൽ കുഴിയെടുത്താണ്. അതല്ലേ പറഞ്ഞത്, ഈ 3 പേരെ കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ ഒരു കൃത്യം ഇവർ 3 പേരും കൂടെ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പേര് നിന്നിട്ട് ആനക്കാട്ടിൽ എങ്ങനെ നിന്ന് കുഴിക്കാനാ? ഇതൊക്കെ നേരത്തെ പോലീസിന്റെ ഒരു സംശയം, നേരത്തെ തന്നെ കുഴി ഇവർ തയ്യാറാക്കിയ ശേഷം കൊണ്ടുപോയി പകൽ സമയത്ത് കുഴി തയ്യാറാക്കിയ ശേഷം രാത്രിയിൽ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇവരുടെ സംശയം. ഏതായാലും ഈ ഇദ്ദേഹത്തിന്റെ ഹേമേന്ദ്രന്റെ മകളാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. അവർക്ക് വന്ന ഒരു കോളിൽ അവർക്ക് സംശയം തോന്നി, പിതാവിന്റെ ശബ്ദമല്ല ഉള്ളത് എന്നൊരു സംശയം തോന്നുകയും തുടർന്ന് ഈ പിതാവിന്റെ സഹോദരൻ വഴി പരാതി പോലീസിലേക്ക് വരികയുമായിരുന്നു. അവരുടെ കുടുംബം പരാതി കൊടുത്തു, ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. തുടർന്നാണ് കോൾ ലിസ്റ്റുകൾ ഓരോന്നായി പരിശോധിച്ചതും ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതയില്ല. പോലീസ് ഓരോരുത്തരെ ലിസ്റ്റ് തയ്യാറാക്കി, വലിയൊരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി. അതിൽ ഓരോരുത്തരെ കണ്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ച് അവരല്ല എന്ന് പേര് വെട്ടിമാറ്റും. അങ്ങനെ ഒടുവിലാണ് നൗഷാദിലേക്ക് പോലീസ് എത്തി നിന്നത്. അയാൾ ഏതായാലും വന്ന് കീഴടങ്ങുമെന്ന് പറയുന്നുണ്ട്. കീഴടങ്ങേണ്ട കാര്യം ഇന്നലെ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് പിന്നാലെ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഇയാളെ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചത് ഈ പിടിയിലായ 2 പേരുമല്ല, മൂന്നാമതൊരാളാണെന്ന് ആ ഒരു പോസ്റ്റിൽ വെളിപ്പെടുത്തലുണ്ടായി. അതിന് പിന്നാലെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വൈശാഖിലേക്ക് കൂടി എത്തപ്പെട്ടത്. എന്തായാലും കൂടുതൽ പേരെ പിടിക്കുമ്പോൾ മാത്രമേ ഈ ക്രൈമിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്തമായുള്ള കേസുകൾ ചിലപ്പോൾ വന്ന് കയറും. വളരെ പ്ലാൻഡായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, നമ്മൾ എത്ര പദ്ധതിയിട്ടൊരു കൊലപാതകം നടപ്പാക്കിയാലും ബോഡി കിട്ടുമോ? കാര്യങ്ങൾ കയ്യിൽ പോകും. ബോഡി ഇത്രയും കാലം അവിടെ കുഴിച്ച് മണ്ണിനടിയിൽ കിടന്നതുകൊണ്ടാണ് മണ്ണിനടിയിൽ കിടന്നതുകൊണ്ടാണ് ഇത്രയും കാലവും മണ്ണിനടിയിൽ കിടന്നതുകൊണ്ടാണ് ഇവരെ ആരെയും പിടികൂടാതിരുന്നത്. പക്ഷേ ബോഡി എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇനി എത്ര വലിയ കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും ആ കൊലപാതകം നടത്തിയ ആളെ പോലീസ് പൊക്കും. അപ്പോൾ ശരി.